മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഇപ്പോഴത്തെ സ്ഥാനലബ്ധിക്ക് ശേഷവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പറ്റി നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങളിൽ പ്രധാനമായിരുന്നു കേരളത്തിന്റെ ഖജനാവ് കാലിയാണെന്ന വാദം. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് എന്നായിരുന്നു LDF ഭരണത്തിലെ കേരളത്തിലെ സാമ്പത്തികാവസ്ഥയെ പറ്റിയുള്ള സതീശന്റെ പരിഹാസം. വി.ഡി. സതീശന്റെ ആ വാദത്തിന് LDF വിരുദ്ധത മുഖമുദ്രയും സിരാപടലങ്ങളിൽ പ്രവഹിക്കുന്ന രക്തവുമാക്കി മാറ്റിയ മാധ്യമങ്ങൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയും അനവരതം പ്രചരിപ്പിക്കുകയും ചെയ്തു പോന്നു. എന്നാൽ സതീശന്റെ ആരോപണവും LDF വിരുദ്ധ മാധ്യമങ്ങളുടെ പ്രചാരവേലയും അടിസ്ഥാനരഹിതവും അസത്യവുമായിരുന്നുവെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. തൃശൂരിലെ വേലൂർ സ്വദേശി അറക്കൽ വീട്ടിൽ തോമസ് ബേബിച്ചൻ എന്നയാൾ വിവരാവകാശ നിയമം അനുസരിച്ച് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി സംസ്ഥാന ട്രഷറിയിൽ 2026 മെയ് 1-ന് 5429 കോടി രൂപയുടെ മിച്ചമുണ്ടായിരുന്നതായി സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറും അണ്ടർ സെക്രട്ടറിയുമായ സുരേഷ് KB വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവും തുടർന്ന് മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശന് തന്റെ ഉന്നതമായ പദവിയിലിരുന്നു കൊണ്ട് സ്വാഭാവികമായും ലഭ്യമാകുമായിരുന്ന ഒരു വസ്തുത അറിയാതെയോ അറിഞ്ഞിട്ടും മറച്ചു വെച്ചുകൊണ്ടോ ആണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ വ്യാജ പ്രചരണത്തിന് മുതിർന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സുപ്രധാനമായ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കാത്തതും തന്റെ പദവിക്ക് തെല്ലും ഉചിതവുമല്ലാത്ത പച്ചക്കള്ളമാണ് സതീശൻ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. സതീശനും യാതൊരു പരിശോധനയും കൂടാതെ അത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച മാധ്യമങ്ങളും കേരളത്തോട് ഒരു വിശദീകരണമെങ്കിലും നൽകാൻ ധാർമ്മികമായും തൊഴിൽപരമായും ബാധ്യസ്ഥരാണ്. അധികാരമേറ്റയുടൻ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ A.K. ആന്റണിയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഉപദേശവും സതീശന്റെ നുണ പ്രചാരണത്തിന്റെ ചുവട് പിടിച്ചായിരുന്നുവെന്നതും കേരളം മറക്കില്ല. മുണ്ടു മുറുക്കിയുടുത്ത് കയ്പുനീർ കുടിച്ചിറക്കി UDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കുറച്ചധികം കാലം കാത്തിരിക്കണമെന്ന ഉപദേശമാണ് നിയുക്ത മുഖ്യമന്ത്രിക്കും ജനങ്ങൾക്കും അദ്ദേഹം നൽകിയത്. തന്റെ ഭരണകാലത്തെ അനുഭവവും പിൻഗാമിയായ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കൈപ്പേറിയ അനുഭവവും ഓർമ്മിച്ചായിരിക്കണം ആന്റണി ആ ഉപദേശം നൽകിയിരിക്കുക. പക്ഷേ സതീശൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ താൻ പ്രഖ്യാപിച്ച വിസ്മയങ്ങളുടെ ഒരു പരമ്പര തന്നെ പുറത്തെടുത്ത് തന്റെ അനുയായികളെയും ആരാധക വൃന്ദങ്ങളായ മാധ്യമ ലോകത്തെയും വിസ്മയിപ്പിക്കുക തന്നെ ചെയ്തു. ആശാവർക്കർമാർ, പാചക തൊഴിലാളികൾ തുടങ്ങിയവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചും ക്ഷേമ പെൻഷനായി 1070 കോടി രൂപ അനുവദിച്ചുകൊണ്ടുമായിരുന്നു ആ വിസ്മയ പ്രകടനങ്ങൾ. അത് അധികാരത്തിന്റെ മാന്ത്രിക ദണ്ഡ് ഉപയോഗിച്ചുള്ള ഇന്ദ്രജാലമായിരുന്നില്ലെന്ന് തോമസ് ബേബിച്ചന് ലഭിച്ച വിവരാവകാശ രേഖ സാക്ഷ്യപ്പെടുത്തുന്നു. സതീശൻ നടത്തിയ വ്യാജ വ്യാഖ്യാനങ്ങളല്ല, മറിച്ച് വ്യക്തമായ കണക്കുകളുടെ പിൻബലമുള്ള വരുമാനത്തിന്റെയും സംസ്ഥാനത്തിന്റെ വാർഷിക ചിലവുകളുടെയും കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിക്കേണ്ട നികുതി വരുമാന വർധനവിന്റെയും അടിസ്ഥാനത്തിലുള്ള ഖജനാവിന്റെ കരുത്തിന്റെയും അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ വിസ്മയ പ്രകടനമെന്നത് ആരും വിസ്മരിച്ചുകൂടാ. കേരളത്തിന്റെ 2026-27 പ്രതീക്ഷിക്കുന്ന റവന്യൂ ചെലവ് 2,17,559 കോടി രൂപയായി ഉയരുമെന്നാണ് ബജറ്റ് കണക്കാക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തിനേക്കാൾ 25% വർധനവാണ്. അതേ കാലയളവിൽ പ്രതീക്ഷിക്കുന്ന വരുമാനം 1.83 ലക്ഷം കോടി രൂപയാണ്. ഇത് 34,586 കോടി രൂപയുടെ മാത്രം റവന്യൂ കമ്മിയായിരിക്കുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അതാവട്ടെ സംസ്ഥാന GDPയുടെ 2.12% ഇക്കാലയളവിൽ നേരിടുന്ന ധനകമ്മി 3.40% മുതൽ 3.80% വരെ ധന ഉത്തരവാദിത്ത മാനദണ്ഡങ്ങൾക്ക് അനുസൃതവുമാണ്. ഇതേ കാലയളവിൽ കേന്ദ്ര നികുതിയിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സംസ്ഥാന വിഹിതത്തിൽ 1.92% നിന്നും 2.382% വർദ്ധിക്കുമെന്നതും ശ്രദ്ധേയമാണ്. അർഹമായ സംസ്ഥാന വിഹിതം നേടിയെടുക്കുന്നതിൽ UDFനോ കോൺഗ്രസിനോ യാതൊരു പങ്കുമുണ്ടായിരുന്നില്ലെന്നതും ഓർമ്മിക്കുക. വസ്തുതകൾ ഇതായിരിക്കെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടിയും വിജയലഹരിയിലും കള്ളക്കഥകളാണ് സതീശനും ടീം UDFും ജനങ്ങൾക്ക് മുൻപിൽ നിരത്തിയതെന്ന വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പുറത്തുപോയത് പാവപ്പെട്ട മനുഷ്യർക്ക് നൽകേണ്ടിയിരുന്ന 18 മാസക്കാലത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാക്കിയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയും അടിസ്ഥാന സൗകര്യ വികസനവും അപ്പാടെ മുരടിപ്പിച്ചുമായിരുന്നു. ആ സ്ഥാനത്ത് പെൻഷൻ തുക ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയും കുടിശ്ശിക കൂടാതെ കൊടുത്തു തീർത്തും സമാനതകളില്ലാത്ത അടിസ്ഥാന സൗകര്യ വികസനം കാഴ്ചവെച്ചുമാണ് LDF കഴിഞ്ഞ 10 വർഷത്തെ സുസ്ഥിര ഭരണം കാഴ്ചവെച്ചത്. വി.ഡി. സതീശൻ വാഗ്ദാനം നൽകിയ ധവളപത്രം ആ വസ്തുതകൾ ജനങ്ങൾക്ക് മുൻപിൽ നിരത്തിവെക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്.
എന്നാൽ വസ്തുതകളെ, യാഥാർത്ഥ്യങ്ങളെ എക്കാലത്തേക്കും മൂടിവെക്കാൻ ആർക്കും കഴിയില്ല. അതിനാര് എങ്ങനെ ശ്രമിച്ചാലും സൂര്യപ്രകാശത്തെ പഴമുറം കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള പാഴ്ശ്രമമായിരിക്കുമെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തും.